ഏവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. 2025 വർഷത്തിലെ നോൻപ് കാലത്തിലേക്കാണല്ലോ നാം പ്രവേശിച്ചിരിക്കുന്നത്. നോൻപ് കാലം ചില അരുതുകളുടെ കാലമാണ് എന്ന ചിന്തയിലാണ് നമ്മളധികം പേർക്കുമുള്ളത്. ചിലതൊക്കെ ഒഴിവാക്കുന്നതിനേക്കാൾ ശ്രമകരമായ കാര്യമാണ് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക എന്നത്. രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ജപ്പാനിൽ തടവിലായിരുന്ന സൈനികരോട് നിങ്ങളുടെ മതം ഏതാണ് എന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ മോഷ്ടിക്കാത്തവരാണ്, കള്ളസാക്ഷ്യം പറയാത്തവരാണ്, വെള്ളിയാഴ്ചകളിൽ മാംസം കഴിക്കാത്തവരാണ്, ഇതാണ് ഞങ്ങളുടെ മതം എന്ന് അവർ പറഞ്ഞു. വാസ്തവത്തിൽ ഈ മനോഭാവം തന്നെയാണ് ഇന്നത്തെ സമകാലിക ക്രൈസ്തവരും പലപ്പോഴും വെച്ച് പുലർത്തുന്നത്. നമ്മിലെ ചെയ്തു പോയ തെറ്റുകളെയും ചെയ്യാതെ വിട്ടുപോയ ശരികളെയും യഥാർത്ഥമായി ഓർത്ത് മനഃപൂർവ്വമായി അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്ന് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്ന നാളുകളായിരിക്കണം ഈ നോൻപിൻ്റെ ദിവസങ്ങൾ. നമ്മുടെ കർത്താവ് ദിനംതോറും പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുകയും ശബ്ബത്തിൽ ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകനെ പോലെ ആ രീതിയിലുള്ള ഒരു സന്യാസ ജീവിതം ആയിരുന്നില്ല നമ്മുടെ കർത്താവിൻ്റേത്. എന്നാൽ സമൂഹത്തിലെ ജനത്തിൻ്റെ പ്രായോഗിക ജീവിതത്തിൽ സത്യവും സ്വാതന്ത്ര്യവും പാപക്ഷമയും സൗഹൃദവും ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ യേശു കർത്താവ് ബദ്ധശ്രദ്ധനായിരുന്നു. എല്ലാ കാലത്തും വിശിഷ്യ നോൻപിൻ്റെ ദിവസങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങളെ അനുകരിക്കുക എന്നുള്ളതാണ് നമ്മിലുള്ള ഈ ദിവസങ്ങളിലെ ഉത്തരവാദിത്വം. 5 അപ്പത്തിലൂടെയും 2 മീനിലൂടെയും തൃപ്തരാക്കപ്പെട്ട ദിവസങ്ങളിൽ അവിടെ കൂടി വന്നവരോട് ഇന്ന് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായി തുറന്നുള്ള സമയം ചെലവഴിക്കാം എന്ന് യേശുനാഥൻ ആഹ്വാനം ചെയ്തില്ല. അന്നത്തെ സാഹചര്യത്തിൽ അതിന് സാധ്യമല്ലെന്ന് ഉള്ള തിരിച്ചറിവ് കർത്താവിന് ഉണ്ടായിരുന്നു. എന്നാൽ തിന്മകൾക്കെതിരായ ഒരുവൻ്റെ വളർച്ചയ്ക്ക് പ്രാർത്ഥനയും ഉപവാസവും സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കർത്താവിന് അറിയുകയും കർത്താവ് ഉപവാസത്തെയും പ്രാർത്ഥനയെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായി മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. നാം നോൻപിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ അഥവാ ചിട്ടയാകുന്ന സ്പിരിച്വൽ എക്സസൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആധുനിക സമൂഹത്തിലെ നീറുന്ന പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം സാഹചര്യത്തിൽ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് എങ്ങനെ വിടുതലിൻ്റെ ശുശ്രൂഷ ചെയ്യാനാകും എന്ന് ചിന്തിച്ച് പരിഹാരം കണ്ടെത്തുവാൻ തയ്യാറാകണം. നമ്മുടെ ദേശത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, അപകട മരണങ്ങൾ എന്നീ സംഭവങ്ങളിലൂടെ നെടുവീർപ്പിട്ട് ദുഃഖിതരായി കഴിയുന്നവർ, പ്രത്യേകിച്ച് മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ എന്നിവയുടെ കരാളഹസ്തത്തിൽ പിടിയിലുള്ള വിദ്യാർത്ഥികൾ, യൗവനക്കാർ തുടങ്ങിയവർക്ക് വിടുതലിൻ്റെ സഹായഹസ്തം നീട്ടുന്നതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും നമുക്കാകട്ടെ. ഈ വിധത്തിലൊക്കെയും നമ്മുടെ ആത്മീയതയെ എല്ലാ തലങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാൻ നോൻപ് കാലത്ത് നമുക്കായി ക്രൂശിൽ വെളിപ്പെടുത്തിയ ക്രൂശിലെ നിസ്തുല്യ അമൂല്യ സ്നേഹം നമുക്ക് പ്രചോദനമാകട്ടെ. ദൈവാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പൂർണമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നോൻപിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അധികമായിട്ട് അടുത്തിരുവാനും ദൈവമായ കൂട്ടായ്മ സമയം കണ്ടെത്തുവാനൊക്കെ വണ്ണം ഞങ്ങൾ സമർപ്പിക്കുന്ന ദിവസങ്ങളാകുന്നുവല്ലോ. ക്രൂശിലെ സ്നേഹത്തിന് മാഹാത്മ്യം എന്താകുന്നു എന്ന് അനുഭവിച്ചറിയുവാനും ക്രൂശിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും ശുശ്രൂഷകളും അവിടെ അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ സമൂഹത്തിന് അനുഗ്രഹപൂർവ്വമായി തരുവാനൊക്കെ വണ്ണം ഞങ്ങളെ എടുത്തുപയോഗിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു പോലെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ കേൾക്കുമാറാകണമേ. ആമേൻ.